സെയിലിംഗ് ടു ബൈസാൻഡിയം ഒക്കെ ഏറ്റവും മികച്ച കവിതകളാണ്. എസ്ട്രാ പൗണ്ട് നമുക്കറിയാം ഇമേജിസം എന്ന് പറയുന്ന ഐഡിയ തന്നെ നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു റൈറ്ററാണ്. ഇനി അതുപോലെ തന്നെ ഫാദർ ഓഫ് നേഷൻ എന്ന വിശേഷണം കൂടിയുള്ള മഹാത്മാഗാന്ധി. ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് എന്ന് പറയാനായിട്ട് ഇവിടെ ഒന്നും വന്നിട്ടില്ല അല്ലെ. അതായത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഗീതാഞ്ജലി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ 4 മാർക്കും ഇതിനോടകം തന്നെ നിങ്ങൾ നേടിയിട്ടുണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു iPlus. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSST ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, HSST ഇംഗ്ലീഷിന്റെ പരീക്ഷയ്ക്ക് നമുക്ക് സിലബസിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നോട്ടും കാര്യങ്ങളും ഒക്കെ ചിട്ടയോടുകൂടി നിങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള ഒരു 5 ചോദ്യങ്ങളാണ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കാനും ഉത്തരങ്ങൾ എഴുതി വെക്കാനും ഒക്കെ തന്നെ ഉറപ്പിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇന്നത്തെ ഒരു ഡിസ്കഷന്റെ പ്രത്യേകത ഗീതാഞ്ജലി ഉണ്ടല്ലോ, രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള 5 ചോദ്യങ്ങളാണ് കേട്ടോ. ഒരേ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയ ഒരുമിച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞ് ഈ ഗീതാഞ്ജലിയുടെ 5 ചോദ്യം ഒരുമിച്ച് നമുക്ക് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരത്തില്ല, പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലായിരിക്കും വരുന്നത്. അപ്പോൾ PYQ ചെക്കിങ്ങിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ചിലതൊക്കെ തന്നെ പ്രോബബിലിറ്റി ഉള്ള ചോദ്യങ്ങളായിരിക്കും, ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള രീതിയിൽ ഹൈ റിസ്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, PYQ എക്സ്പെക്റ്റഡ്, അതായത് മോസ്റ്റ് എക്സ്പെക്റ്റഡ്, ഇത് രണ്ടുമാണ് നമ്മൾ എപ്പോഴും നോക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ മുൻപ് നിങ്ങൾ ടോപ്പിക്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ, എന്നെങ്കിൽ മാത്രമായിരിക്കും ചോദ്യം കിട്ടുമ്പോൾ പെട്ടെന്ന് ഉത്തരം കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ചോദ്യം നോക്കിക്കോ. വാട്ട് ഈസ് ദ ലിറ്ററൽ മീനിങ് ഓഫ് ദ വേർഡ് ഗീതാഞ്ജലി? ഗീതാഞ്ജലി എന്ന വാക്കിന്റെ പിന്നിൽ ഒരു ലിറ്ററൽ മീനിങ് ഉണ്ട്. ഓക്കെ, അതിന്റെ പിന്നിൽ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള മീനിങ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ആ മീനിങ് എന്ന് കണ്ടെത്തണം. സോങ് ഓഫ് ഡിവോഷൻ, സോങ് ഓഫ് ഓഫറിംഗ്സ്, പ്രെയർ ഫോർ പീസ്, അതുപോലെ തന്നെ സ്പിരിച്വൽ ജേർണി. 4 ഓപ്ഷൻസ് ഉണ്ട്. സോങ് ഓഫ് ഡിവോഷൻ, സോങ് ഓഫറിംഗ്സ്, പ്രെയർ ഫോർ പീസ്, അതുപോലെ തന്നെ സ്പിരിച്വൽ ജേർണി. ഇതിൽ ഏതായിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ വരുന്നത്? സോങ് ഓഫറിംഗ്സ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഗീതാഞ്ജലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോങ് ഓഫറിംഗ്സ്, അതിൽ പലതും ഗോഡിന് വേണ്ടി തന്നെ ഓഫർ ചെയ്തിട്ടുള്ള ഡിവോഷണൽ പോംസ് ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് മാർക്ക് മിസ്സാവരുത്. നമുക്കിനി രണ്ടാമത്തെ ചോദ്യമുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. In which year was the English translation of Gitanjali Song Offerings published? അതായത് ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സോങ് ഓഫറിംഗ്സ്. ഓക്കെ, ഇൻ വിച്ച് ഇയർ വാസ് ദ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ഗീതാഞ്ജലി? ഗീതാഞ്ജലി എന്ന് പറയുന്ന വർക്കിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ പേര് വരുന്നത് സോങ് ഓഫറിംഗ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ സോങ് ഓഫറിംഗ്സ് എന്ന് പറയുന്ന ടൈറ്റിൽ ഒക്കെ കൊടുത്ത് ഏത് വർഷമാണ് ഇത് പബ്ലിഷ് ആയത്? ഓക്കെ, ഓപ്ഷൻസിൽ നമുക്ക് 1910, 1912, 1913, അതുപോലെ തന്നെ 1915 ഉണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 1912 ആണ് കേട്ടോ. 1912 ആണ്. ടാഗോറിന് നോബൽ സമ്മാനം വരെ നേടിക്കൊടുത്ത ഏറ്റവും മികച്ചൊരു കൃതിയാണ് ഗീതാഞ്ജലി എന്നുള്ളത് ഓർക്കണം. ഒരു കൂട്ടം കവിതകളാണ് നമുക്ക് അതിനകത്ത്, കളക്റ്റീവ് ആയിട്ടുള്ള പോംസ് ആണ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഹൈ ലിറിക്കൽ ക്വാളിറ്റി ഉള്ള പോംസ് ആണെന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ഉത്തരം കിട്ടി. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 3rd ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ 3rd ക്വസ്റ്റ്യൻ സ്ക്രീനിലുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തേ. Who wrote the introduction to the 1913 edition of ഗീതാഞ്ജലി? ഗീതാഞ്ജലിയുടെ പല എഡിഷൻസ് വന്നിട്ടുണ്ട് അല്ലെ. അതിനകത്ത് 1913 വന്ന എഡിഷന്റെ ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കിയത് ആരാണ്? ഓക്കെ, ഗീതാഞ്ജലി എന്ന് പറയുന്ന വർക്കിന്റെ 1913 എഡിഷന്റെ ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്തത് ആരാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, TS Eliot, WB Yeats, എസ്ട്രാ പൗണ്ട്, മഹാത്മാഗാന്ധി, എല്ലാവരും തന്നെ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ് അല്ലെ. എലിയറ്റിന്റെ പ്രത്യേകത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ക്രിറ്റിക് ആണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ WB Yeats ഐറിഷ് റൈറ്റർ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കെൽറ്റിക് റിവൈവലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് റൈറ്റർ ആണ്. സെയിലിംഗ് ടു ബൈസാൻഡിയം ഒക്കെ ഏറ്റവും മികച്ച കവിതകളാണ്. എസ്ട്രാ പൗണ്ട് നമുക്കറിയാം ഇമേജിസം എന്ന് പറയുന്ന ഐഡിയ തന്നെ നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു റൈറ്റർ ആണ്. ഇനി അതുപോലെ തന്നെ ഫാദർ ഓഫ് നേഷൻ എന്ന വിശേഷണം കൂടിയുള്ള മഹാത്മാഗാന്ധി. ഓക്കെ, അപ്പൊ ആരാണ് ഈ ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കിയതെന്ന് ചോദിച്ചാൽ ഈറ്റ്സ് ആണ് കേട്ടോ. WB Yeats ആണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കിയത്. ഈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വർക്കുകൾക്ക് പുറമെ അദ്ദേഹം ഇങ്ങനെയുള്ള ചില അച്ചീവ്മെന്റ്സ് ഒക്കെ നേടിയെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അതും നമുക്ക് കിട്ടി. ഇനി അടുത്ത നമ്മുടെ 4ാമത്തെ ചോദ്യമാണ് അല്ലെ. 4ാമത്തെ ചോദ്യം എന്താന്ന് നോക്കി.
the English version of Gitanjali is a collection of how many poems? Okay, ഗീതാഞ്ജലി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന് ഇംഗ്ലീഷ് വേർഷൻ വന്നായിരുന്നല്ലോ. അതിന്റെ പബ്ലിക്കേഷൻ ഇയർ ഇതിനു മുൻപ് ഒരു ചോദ്യമായിട്ട് നമ്മൾ നോക്കുകയും ചെയ്തു. ആ ഇംഗ്ലീഷ് വേർഷനകത്ത് എത്ര കവിതകൾ ഉൾപ്പെട്ടിട്ടുണ്ട്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 100, 103, 157, 50. ഓക്കെ, 100, 103, 157, 50. ഏതായിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്? റൈറ്റ് ആൻസർ വരുന്നത് 103 ആണ് കേട്ടോ. 103. ഓക്കെ, ഇംഗ്ലീഷ് വേർഷൻ ഓഫ് ഗീതാഞ്ജലി ഈസ് എ കളക്ഷൻ ഓഫ് ഹൗ മെനി പോംസ് എന്ന് ചോദിച്ചാൽ 103 കവിതകളാണ് നമുക്ക് അതിനകത്തുള്ളത്. 103 എണ്ണം സോങ് ഓഫറിംഗ്സ് എന്ന് പറയുന്ന കളക്ഷനകത്ത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ 4 ചോദ്യങ്ങൾ നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് എന്ന് പറയാനായിട്ട് ഇവിടെ ഒന്നും വന്നിട്ടില്ല അല്ലെ. അതായത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഗീതാഞ്ജലി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ 4 മാർക്കും ഇതിനോടകം തന്നെ നിങ്ങൾ നേടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം തെറ്റിപ്പോയാൽ നെവർ മൈൻഡ്, ഇപ്പൊ അതൊരു കാര്യമാക്കണ്ട. കാരണം നമ്മളിപ്പോ റിവൈസ് ചെയ്യാണെന്ന് കൂട്ടിയാൽ മതി. എല്ലാ ടോപ്പ് 5 ക്വസ്റ്റിനെയും നിങ്ങളുടെ ഒരു റിവിഷൻ ആയിട്ട് നിങ്ങൾ അങ്ങ് എടുത്തു നോക്കിക്കോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മാർക്ക് ഇവിടെ നേടിയെടുത്താലും അത് മതി. കാരണം 5 ചോദ്യമല്ലേ പഠിക്കുന്നുള്ളൂ. ഒരു 10-20 ചോദ്യത്തിന്റെ കൂട്ടമൊന്നും അല്ല നമ്മൾ പഠിക്കുന്നത്. വെറും 5 ചോദ്യങ്ങളെ എടുത്തിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഈ 5 ചോദ്യം എന്തായാലും ഒരു വീഡിയോ ലെസണിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അധിക സമയവും എടുക്കുന്നില്ല അല്ലെ. ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് കൊടുത്താൽ തന്നെ ഈ 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനഃപ്പാഠമാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, 5ാമത്തെ ചോദ്യം നമ്മുടെ സ്ക്രീനിലുണ്ട്, ചെക്ക് ചെയ്യാം. Which main theme is heavily emphasized in ഗീതാഞ്ജലി? ഗീതാഞ്ജലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവരുടെയും മനം കവർന്ന ഒരു കവിത തന്നെയാണ് അല്ലെ. കവിതാ സമാഹാരം തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിനകത്തില് മെയിൻ തീം ആയിട്ട് വരുന്ന എന്താണ്? ഒരു ഹെവിലി കമ്പോസ്ഡ് മെയിൻ തീം അതിന്റെ പിന്നിലുണ്ട് അല്ലെ. ഏതൊരു കവിതയുടെയും പിന്നിലെയും ഒരു തീം എന്ന് പറയുന്നത് അതിന്റെ മെയിൻ സ്കെലിറ്റൺ ആണ്, അതിന്റെ ബൗണ്ടറി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ തീം എന്താണെന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കിക്കോ. സോഷ്യൽ ഇൻജസ്റ്റിസ് ഉണ്ട്, മെറ്റീരിയൽ വെൽത്ത് ഉണ്ട്, ഡിവോഷൻ ടു ഗോഡ് അല്ലെങ്കിൽ മിസ്റ്റിസിസം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ റെബല്യൻ ഉണ്ട്. എന്താണ് ശരിക്കും പറഞ്ഞ ഗീതാഞ്ജലിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് തീം? ഈ 4 ചോദ്യങ്ങളിൽ ഏറ്റവും എളുപ്പം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ 5ാമത്തെ ചോദ്യം തന്നെയാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. ഡിവോഷൻ ടു ഗോഡ് അല്ലെങ്കിൽ മിസ്റ്റിസിസം ആണ് ഇതിന്റെ തീമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി ഫ്രം ഗീതാഞ്ജലി ബൈ രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. തുടർന്നുള്ള സെഷൻസിൽ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെയുള്ള സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേലിസ്റ്റിലൊക്കെ ആയിട്ട് ഇത് അറേഞ്ച് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഇത് നോട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരുമിച്ച് ഒരു ബുക്കിന്റെ ഒരു ഏരിയയിൽ എഴുതി പോയി കഴിഞ്ഞാൽ ഓരോ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റും. പരീക്ഷയ്ക്ക് മുൻപായിട്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഇങ്ങനെ പഠിച്ചെടുക്കാനായിട്ടും സാധിക്കും. ഓക്കെ, സോ കീപ് ലേണിംഗ്. താങ്ക് യു സോ മച്ച്.